മറ്റേയും പാലാങ്ങനെയും പിടിക്കാൻ വേണ്ടി പതിവ് പോലെ പാലത്തിൻ്റെ അടിയിൽ വന്നേക്കാനുണ്ട്. അപ്പോൾ കുറേ നേരം ഇട്ടെങ്കിലും ഒന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ നമുക്ക് പതുക്കെ പാലാങ്ങനെ കിട്ടി തുടങ്ങി. പെട്ടെന്നാണ് നമുക്കൊരു വറ്റ കയറി സ്ട്രൈക്ക് ചെയ്തത്. അത്യാവശ്യം മീഡിയം സൈസുള്ളൊരു വറ്റയായിരുന്നു കേട്ടത്. ഇവിടെ പഴയതുപോലൊന്നും വറ്റിയൊന്നും അങ്ങനെ അധികം കയറി വന്നില്ല കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം കുറച്ച് വറ്റയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അധികം വറ്റയൊന്നും കിട്ടിയില്ല. നമുക്ക് ആകെ ഒരു 4-5 വറ്റയായിട്ടേ കിട്ടുള്ളൂ. അതും ചെറിയ ടൈപ്പാണ് കിട്ടിയത്. പിന്നെ കൂടുതലും പാലാങ്ങനെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. തലേ ദിവസമൊക്കെ നമുക്ക് നല്ലോണം മീൻ കിട്ടി. അത് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ വറ്റയുടെ വായന്ന് കുളത്തിടാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കുളത്ത് നന്നായിട്ട് കയറിയിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം അത്യാവശ്യം ഇടന്നാക്കുള്ള ആ കുളത്തായതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചൂരി എടുക്കാൻ ഇത്തിരി പാടായിരുന്നു. ഈ കാണുന്ന കൊലിയിൽ ഏകദേശം ഒരു 7 കിലോത്തോളം പാലാങ്ങനെ മാത്രം കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഒരു 4-5 വറ്റയും കിടപ്പുണ്ട്. പക്ഷെ നമുക്കത് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല. കാരണം മൊബൈൽ പെട്ടെന്ന് ഓഫായി പോയതുകൊണ്ട് നമുക്ക് അതിൻ്റെ മീന ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനി പുതിയ വീഡിയോ കാണാം കേട്ടോ. ഓക്കെ.